നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേടരവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20-ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20-ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്. അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20-ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾ അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് 2025 ഈ വിഷു വർഷക്കാലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് ശനി 8-ൽ നിന്ന് 9-ലേക്ക് ഗോചരം ചെയ്യുകയും അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് ദോഷപ്രദനായിട്ട് നിൽക്കുന്ന ഒരു കാലയളവ് തന്നെയാണ് കർക്കിടകം രാശിക്കാർക്ക്. എല്ലാ കാര്യത്തിലും അനുകൂലമായ ഒരു മാറ്റം ഇവർക്ക് വന്നുകൊള്ളണമെന്നില്ല. കാരണം ശനി മാറി എന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും അനുകൂലപ്രദമായിരിക്കണമെന്നില്ല. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ധാരാളം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പ്രത്യേകിച്ച് കർമ്മരംഗത്താണ് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. മത്സര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് വിചാരിച്ച ആ ഒരു തരത്തിലുള്ള ഉയർച്ച അല്ലെങ്കിൽ അനുകൂലമായൊരു റിസൾട്ട് ചിലപ്പോൾ ലഭിക്കുന്നതല്ല. കർമ്മരംഗത്ത് പല പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കുറവായിരിക്കാം. തൊഴിൽ രംഗത്ത് തൊഴിൽ ലഭിക്കാനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവർക്ക്, PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടി സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ ഈ വിഷു വർഷക്കാലം നിങ്ങൾക്ക് കാത്തിരിപ്പിൻ്റെ ഒരു കാലം തന്നെയാണ് വന്നു ചേരുന്നത്. വിദേശത്തും അന്യദേശത്തുമൊക്കെ തൊഴിൽ തേടുന്നവർക്ക് സാമ്പത്തിക നഷ്ടം, യാത്രാക്ലേശങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല പ്രവൃത്തികളും നിങ്ങളുടെ അശ്രദ്ധ മൂലം നിങ്ങൾക്ക് മാറ്റിവയ്ക്കേണ്ടതായിട്ടും നഷ്ടത്തിൽ കലാശിക്കുന്നതുമായിട്ടൊരു കാലയളവ് തന്നെയാണ് ഈ ഒരു വർഷക്കാലം. സ്വയം തൊഴിൽ ചെയ്യുന്നവർ, പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ല ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി വേണം പണം കൈകാര്യം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ഭവിക്കുന്നതാണ്. നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധ്യമാകുന്നതാണ്. സാമ്പത്തിക രംഗം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വർഷാവസാന കാലം സാമ്പത്തിക ബാധ്യത വരാതിരിക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ശല്യപ്പെടുത്തുന്നതായിട്ടുള്ള പല ശത്രുദോഷങ്ങളും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. പണം മുടക്കി കച്ചവട രംഗത്ത് ധാരാളം പണം മുടക്കി ബിസിനസ്സൊക്കെ ചെയ്യാതിരിക്കുന്നത് കച്ചവട രംഗത്തുള്ളവർക്ക് നല്ലതായിരിക്കും. പൊതുവിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം സാമ്പത്തിക നഷ്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയാണ് ഈ കർക്കിടകം രാശിക്കാർക്ക്. അതുകൊണ്ട് ഈശ്വരാരാധനയോടുകൂടി ഈശ്വരവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.